നീതിയുടെ പെൺശബ്ദം, നിലയ്ക്കാത്ത സമരോർജം, ജനാധിപത്യത്തിന്റെ കാവലാൾ. നമ്മുടെ ചിഹ്നം അരിവാൾ നെൽക്കതിർ. കർഷക നേതാവായിരുന്ന KP തോമസിന്റെയും മറിയാമ്മയുടെയും മകളായി 1964 കണ്ണൂരിലെ മലയോര ഗ്രാമമായ ആറളത്താണ് ആനിയുടെ ജനനം. ചെറുപ്പം മുതലേ ഇടതുപക്ഷ രാഷ്ട്രീയത്തോടൊപ്പം സഞ്ചരിച്ച ആനി മൊറാഴ സമരനായിക യശോദ ടീച്ചറടക്കമുള്ള സഖാക്കളോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ടാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരുന്നത്. 1988 സ്ത്രീകളുടെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിച്ച വനിതാ ജാഥയുടെ പ്രധാന സംഘാടകയായിരുന്നു സഖാവ് ആനി. സോവിയറ്റ് യൂണിയനിൽ രാഷ്ട്രീയ പഠനത്തിനായി അയച്ച 12 അംഗ ഇന്ത്യൻ വനിതാ സംഘത്തിന്റെ നായിക. 1998 മുതൽ ഡൽഹിയിലെ നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വിമൻ എന്ന സംഘടനയുടെ ചുമതല. 2005 മുതൽ സംഘടനയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി. 2008 മുതൽ ലോക ജനാധിപത്യ വനിതാ ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം തുടങ്ങി സംഘടനാ തലത്തിലും ദേശീയ അന്തർദേശീയ തലങ്ങളിലും സഖാവ് ആനി തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. വർഗീയ കലാപകാരികൾ ബലാത്സംഗം ചെയ്യുകയും ബന്ധുക്കളെ കൂട്ടക്കൊല ചെയ്യുകയും ചെയ്ത ബിൽക്കീസ് ബാനുവിനു വേണ്ടിയും വീരപ്പൻ വേട്ടയുടെ മറവിൽ യൂണിഫോം ഇട്ട നരാധമന്മാർ ചവിട്ടിയരച്ച സത്യമംഗലത്തെ മനുഷ്യർക്കു വേണ്ടിയും കന്തമാലിൽ പീഡിപ്പിക്കപ്പെട്ട കന്യാസ്ത്രീക്ക് നീതി നേടിക്കൊടുക്കുവാനും ആനിരാജ നിരന്തരം നിയമ പോരാട്ടങ്ങൾ നടത്തി. വനിതാ സംവരണ ബിൽ നിയമമാക്കുന്നതിന് സുപ്രീം കോടതിയിൽ നടത്തിയ പോരാട്ടവും തൊഴിലും ഭക്ഷണവും അവകാശമാക്കി തീർക്കാൻ നടത്തിയ പ്രവർത്തനങ്ങളും പ്രക്ഷോഭങ്ങളും നിയമ പോരാട്ടങ്ങളും സഫലമായി തീർന്നത് ചരിത്രമാണ്. മണിപ്പൂരിൽ വർഗീയ കലാപം അരങ്ങേറിയപ്പോഴും ഡൽഹിയിലെ പാവപ്പെട്ട മനുഷ്യരെ നിഷ്ഠൂരമായി കുടിയൊഴിപ്പിച്ചപ്പോഴും പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ആർത്തിരമ്പിയ സമരത്തെരുവുകളിലും ആനിരാജ രാഷ്ട്രീയ പ്രതിരോധമുയർത്തി പ്രതിഷേധ ജ്വാലയായി. വർഗീയ ഫാസിസ്റ്റുകൾ കൊലപാതക രാഷ്ട്രീയത്തിലൂടെയും കോർപ്പറേറ്റ് പ്രീണനങ്ങളിലൂടെയും അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന സമകാലീന സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടിയുള്ള ജനകീയ പോരാട്ടങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ആനിരാജ പാർലമെന്റിൽ ഉണ്ടായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന സഖാവ് ആനിരാജയ്ക്ക് അരിവാൾ നെൽക്കതിർ ചിഹ്നത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വയനാട് ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് ആനിരാജയെ അരിവാൾ നെൽക്കതിർ ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കുക.